തയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും പച്ചക്കറി വിത്തും ഗ്രോ ബാഗുകളും കൈമാറി. പരിപാടി പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക വൃത്തിയുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ടായിരുന്നു കുടുംബങ്ങൾക്കിടയിൽ പരിപാടി ഒരുക്കിയത്. കോട്ടപ്പടി അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു സംഗമം. നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ കുടുംബങ്ങളിലൊന്നാണ് തയ്യൽ കുടുംബം എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആതുര സേവന രംഗത്ത് ശ്രദ്ധേയരായ നിരവധി ആളുകൾ ഈ തയ്യൽ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേദി തന്നെ. ഇതിൽ ഡോക്ടർമാരുണ്ട്, റിട്ടയർഡ് ജഡ്ജുണ്ട്, രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ സേതുനും സഹസ്രമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് തയ്യൽ ഫാമിലി. ഇവിടെ തയ്യൽ ഫാമിലിയുടെ ഈ സംഗമത്തിൽ വരുമ്പോൾ ഒരാളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ബഹുമാന്യനായ ഹംസ തയ്യൽ, നമ്മളെ ബക്കർ തയ്യലിൻ്റെയും ഉമ്മർ തയ്യലിൻ്റെയൊക്കെ സഹോദരൻ, NYKയുടെ കോർഡിനേറ്ററായി നമുക്കിടയിൽ സജീവമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത്. ഹംസ തയ്യലിനെ പോലെയുള്ള നിരവധി മഹാന്മാർക്ക് ജന്മം നൽകിയ കുടുംബമാണ് തയ്യൽ കുടുംബം എന്ന അഭിമാനപൂർവ്വം ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. മറ്റു പല ഫാമിലി മീറ്റിങ്ങുകൾ വ്യത്യസ്തമായി ഇവിടെ നടക്കുന്നത് തികച്ചും കാലോചിതമായിട്ടുള്ള പരിപാടികൾ. ഇന്നിവിടെ നമ്മളിപ്പോൾ ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടത്. പരിസ്ഥിതി ദിനാചരണം ഒരു ദിവസത്തിൽ ഒതുക്കേണ്ടതല്ല, അതെന്നും നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകേണ്ട കാര്യമാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന ബോധ്യത്തോടു കൂടിയാണ് ഗ്രോ ബാഗ് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ ഫാമിലി മീറ്റിന്റെ ഭാഗമായി നിങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ചടങ്ങിൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് സൈനുദ്ദീൻ ആദവനാട് അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതൊരു കേവലം ഒരു കൂട്ടായ്മയോ ഒരു കൂടിച്ചേരലോ മാത്രമല്ല, വിശ്വാസപരമായി തന്നെ ഏറെ പുണ്യകരമായിട്ടുള്ള സൽക്കർമ്മം കൂടിയാണ്. മനുഷ്യരുടെ ദീനിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ ഈ സാഹസ്യം അടിപ്പിക്കുന്നവരാവണം, അതുകൊണ്ടുള്ള നന്മയെക്കുറിച്ച് പരിശുദ്ധ നീ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങെന്നതിലുപരി ഒരു നീയത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനമാകുന്ന പക്ഷം വലിയൊരു സൽക്കർമ്മത്തിന് കൂടിയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മികച്ച കുട്ടികളെയും മികച്ച റിസൾട്ട് വാങ്ങിയ കുട്ടികളെ SSLC +2 മദ്രസ പൊതുപരീക്ഷ ഈ മേഖലകളിലൊക്കെ റിസൾട്ട് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൊമെന്റോ ഇരുന്ന ചടങ്ങ് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വലിയ മാറ്റം നമുക്ക് നമ്മുടെ കുട്ടികളിലൊക്കെ വന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനാണ് നമ്മുടെ നാടിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരുപക്ഷെ ഉയർന്ന ഡിഗ്രിയുടെയും മുകളിലുള്ള നീറ്റ് പോലുള്ള പരീക്ഷകളിലൊക്കെ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ഉൾപ്പെടെ ആദരിക്കപ്പെടുന്നുണ്ടാകാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തയ്യൽ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ ചടങ്ങിൽ വെച്ച് മൊമെന്റ് നൽകി അനുമോദിച്ചു. ഡോക്ടർ അബൂബക്കർ, റിട്ടയർഡ് ജഡ്ജി അലി മുഹമ്മദ്, കുഞ്ഞാലി ഹാജി, പ്രൊഫസർ ദാവൂദ്, TV മൊയ്തീൻ, റഷീദ് കാച്ചിനിക്കാട്, സക്കീർ തയ്യിൽ, നാണി മക്കരപ്പറമ്പ്, ഇബ്രാഹിം കക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ. വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി TTC കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രത്യേകതകൾ: വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, സോഷ്യൽ ആക്ടിവിറ്റീസ്, ക്യാമ്പുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, 10 വർഷത്തെ സേവന പാരമ്പര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ABC അക്കാഡമി, ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ്, എടരിക്കോട് റോഡ്, കോളേജ് പടി, കോട്ടയ്ക്കൽ. ബ്രാഞ്ചസ് പുത്തനത്താണി, തിരൂർ, വളാഞ്ചേരി, പെരിന്തൽമണ്ണ.